വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലേക്കും ബേക്കറിയിൽ പൊതി കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, ആ കേക്കാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കേക്ക് നമുക്ക് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് രണ്ട് തരത്തിലും ചെയ്ത് നോക്കാം ഈ കേക്ക്. പിന്നെ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ, പക്ഷേ ഇതിലേക്ക് നമ്മൾ പാലും കൂടി ചേർത്തിട്ടാണ് ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ കേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ബണ്ണിന്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓവനില്ലാണ്ട് കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതിന് ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങണ കോക്കനട്ട് ബണ്ണിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായത്. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയം കളയേണ്ടതിന് നമ്മുടെ പൊതി കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ഒരുപാട് വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നാട്ടിൽ കിട്ടുമോ? നാട്ടിലും കിട്ടായിരിക്കും. കാരണം ഇന്ത്യയിൽ മാത്രമേ ഈ മൈദപ്പൊടി എന്ന് പറയുള്ളൂ. നമ്മൾ ഇന്ത്യക്കൊക്കെ പുറത്തൊക്കെ പോയിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൈദപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. അപ്പോൾ മൈദപ്പൊടി 1 കപ്പ്, 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ്. പിന്നെ 250 ml മെഷറിംഗ് കപ്പിൽ, ഇതെല്ലാം 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇത് 250 ml മുക്കാലിൻ്റെ കപ്പാണ്. അങ്ങനെ പല അളവിലുള്ള കപ്പുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. 1/4 കപ്പ് കിട്ടും, 1/2 കപ്പൊക്കെ കിട്ടും. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നല്ല ചൂടോട് കൂടിയിട്ട് പാൽ ഒഴിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറയണത്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ പറ്റില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ബട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 160 ഗ്രാം ബട്ടറാണ്. അതിപ്പോൾ ഉപ്പുള്ള ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല, ഉപ്പ് ഇല്ലാത്ത ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി. ബട്ടറിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യുടെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്യാണെങ്കിലും 4 ടേബിൾ സ്പൂൺ എടുക്കുക, ബട്ടർ ആണെങ്കിലും 4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നെയ്യും ഇല്ല ബട്ടറും ഇല്ല, നിങ്ങൾക്കിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ആ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് നമ്മുടെ കേക്കിന് ഉണ്ടാവും മാത്രം. പക്ഷേ കഴിയുന്നതും നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇത് കറക്റ്റ് ഇത്രയ്ക്ക് എടുക്കണം കേട്ടോ. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസും ചേർക്കും, 1 നുള്ളു ഉപ്പും ചേർക്കും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുക. മൈദപ്പൊടിയും പിന്നെ ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും ചേർക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്, 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇത് 3ഉം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സിങ് നമുക്കായിട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയും പാലും പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചേക്കണ പഞ്ചസാരയും എടുത്തേക്കുന്നത്, പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർക്കുക. ഇനി മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല സ്മൂത്തായിട്ട് എടുക്കുക. ബീറ്റർ വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൈ വേദന എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അടിക്കുക, എന്നിട്ട് കൈ ഒന്ന് കഴിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കൈക്കൊരു സുഖം കിട്ടും. അതേ ഇപ്പോൾ നന്നായിട്ട് ഇതേ പതിഞ്ഞ് വരുന്നുണ്ട്, ഒന്നും കൂടി നന്നായിട്ടൊന്ന് പതിഞ്ഞോട്ടെ. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വാനില എസൻസും കൂടിയിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ കേക്കിന് നല്ലതാണല്ലോ. ചിലർ പറയാറുണ്ട് അവരുടെ അടുത്ത് വാനില എസൻസ് ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ കേക്കിന് എപ്പോഴും വാനില എസൻസിൻ്റെ ഫ്ലേവർ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കുറച്ച് നേരം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ പുറത്ത് അകത്ത് വെച്ചിരുന്നാൽ അത്രയ്ക്കാണ് സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൈക്രോണിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാലും മതി. പക്ഷേ എനിക്ക് ബട്ടറാക്കി മൈക്രോണിൽ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ പേടിയാണ്, ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിയും. ഇപ്പം ഞാൻ ആവിയിൽ വെച്ചിട്ട് സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ മിക്സിങ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് വന്നോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബട്ടർ ചേർക്കാം. അപ്പം ഈ ബട്ടർ ചേർക്കട്ടെ. ഈ ബട്ടർ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ ഇതേപോലെ ഇങ്ങനെ ലാസ്റ്റ് ആവാറാകുമ്പോൾ ചേർത്താൽ മതി കേട്ടോ. ബട്ടർ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതിനേക്കാളും കേക്കിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇതേപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും. പക്ഷേ വിസ്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പതിപ്പിച്ചിട്ട് എടുക്കണ കേക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ മുട്ടയുടെ സ്മെല്ലൊന്നും തീരെ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി സമയം എടുക്കും. ബീറ്ററൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പതിഞ്ഞ് വരുമല്ലോ. ഇതേപോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത് ചേർക്കാം. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. അരിപ്പയിൽ അരിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ അതിങ്ങനെ അത്രയ്ക്ക് വലിയ പാടുള്ള കാര്യമില്ലല്ലോ, ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ചിലപ്പോൾ എങ്ങനെ നമ്മൾ ബേക്കിംഗ് പൗഡർ ശരിക്കും അങ്ങോട്ട് മിക്സ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലേ ഇതേപോലെ അരിച്ചിട്ട് ചേർക്കുമ്പോൾ അത് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാലും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടിയിട്ട് ചേർക്കണുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടുത്തേക്കുന്ന അളവുകൾ എല്ലാവരും മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പാല് ചേർക്കട്ടോ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് പാല് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയിൽ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാറ്റർ ഭയങ്കര ലൂസൊക്കെ ആയിട്ട് പോട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ പാനായിട്ട് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കണ ഒരു പാൻ എടുക്കുക. പക്ഷേ ഒരുപാട് ഭയങ്കര വലിയ പാൻ ആയിരിക്കരുത്. കാരണം നമ്മൾ കേക്ക് ഒഴിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് ഒരു 3/4 ഭാഗം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ കേക്ക് റെഡി ആയിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. കേക്കൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പൊന്തിയൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് കാണാനായിരുന്നാലും ഭംഗിയുണ്ടാവില്ല. ഞാനിവിടെ ഈ പാനാണ് എടുക്കുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ പാനാണ്. 6 ഇഞ്ചിൻ്റെ പാനാകുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ അതിൻ്റെ നമ്മുടെ മിക്സിങ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പറോ വയ്ക്കണം. ഇപ്പോൾ ഒന്നുമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഇതിൻ്റെ സൈഡിലും അടിയിലേക്കും തൂത്ത് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തും കുടഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ എക്സ്ട്രാ മൈദപ്പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയാം. എന്നിട്ട് അതിലേക്ക് മിക്സിങ് ഒഴിക്കാം. പക്ഷേ ഇങ്ങനെ ഈ ബട്ടർ പേപ്പറോ പാച്ച്മെൻറ്റ് പേപ്പറോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിലും അങ്ങനെ ഒട്ടും പിടിക്കില്ല. അടിയിൽ നമുക്ക് നല്ല കറക്റ്റ് കളറിൽ കിട്ടും. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിലും ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഈ സെയിം മെഷറിങ് തന്നെ എടുത്തിട്ട് ഞാൻ ഈ കേക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾ തന്നെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു 6 ഇഞ്ചിൻ്റെ പാനാകുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ഒരു 3/4 ഭാഗം കിട്ടും. ഈ കേക്ക് കൊണ്ട് പൊന്തി വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആവും. ഈ കേക്ക് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലെവലായിട്ട് വരികയും ചെയ്യും. ഇതിനകത്ത് എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്തിങ്ങനെ ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ കോമളകൾ വലുതാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് വെക്കുന്നത്. ഇതെൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ കേട്ടോ. ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ ഇതിൽ മുമ്പത്തെ കേക്കുകളൊക്കെ ഒരു 4-5 കേക്കുകൾ ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത് ഇതിനകത്ത് തന്നെയാണ്. പക്ഷേ കുക്കറിൻ്റെ കളറൊന്നും മാറില്ല കേട്ടോ. ചിലർ പറയാറുണ്ട് കുക്കറിൻ്റെ കളർ മാറുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന കുക്കറൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചൂടാകുമ്പോൾ പുകയും വരെയായിരിക്കും. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ പുകച്ചൊക്കെ വരണമെന്ന് ചിലർ പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇത് ഞാനിപ്പോൾ ചോറ് മാത്രമേ വെക്കാൻ എടുക്കാറുള്ളൂ ഈ കുക്കർ. ഇപ്പോൾ കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ മറ്റേ കറിക്ക് വയ്ക്കുന്ന മറ്റേ സാധാരണ പാൻ ഉണ്ടല്ലോ, കുക്കർ അല്ലാണ്ടുള്ള കറക്റ്റ് മുടിയുള്ള പാൻ ഉണ്ടല്ലോ, ആ പാനിൽ വെച്ചിട്ട് മടച്ച് വെച്ചാൽ മതി. നന്നായിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഇത് മതി.
അതിൻ്റെ ലിഡ് മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ അടഞ്ഞിരുന്നോളും, കുക്കറിൻ്റെ പോലെ തന്നെ. അതും ഈ സെയിം അളവിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കുക്കർ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ബേസ് വെക്കണം. അപ്പോൾ ഞാനിവിടെ നോക്കി ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് വെക്കുന്നത്. കാരണം അത്യാവശ്യം കുറച്ച് പൊക്കമുള്ള ഒരു ഇത് വെക്കണം, ബേസ് വെക്കണം കേട്ടോ. അങ്ങനെ കുക്കറിനോട് ഭയങ്കരമായിട്ട് അടിയിൽ മുട്ടിയിരിക്കുന്ന ബേസ് ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും ചിലപ്പോൾ പുകച്ചുകയുണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം ഒരു കേക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂടിയാണ് കമത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കേക്ക് റെഡി ആയി കഴിഞ്ഞപ്പോൾ ആ കേക്കിന് ഉപ്പ് രസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വെച്ചാലും ഉപ്പ് രസം വരുന്നോളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വെള്ളമോ ഉപ്പോ ഒന്നും ചേർക്കണില്ല. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ചൂട് വരണം. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കാൻ വേണ്ടി. മീഡിയം ഫ്ലെയിമിനേക്കുള്ള ഒരു പൊടിക്ക് കുറച്ച് വെക്കുന്നുണ്ട്, കാരണം എൻ്റേത് ഭയങ്കര വലിയ ബർണറാണ്. അപ്പോൾ ഇനി കേക്ക് നമ്മൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ റിങ് ഉണ്ടല്ലോ, ഈ റിങ് ഞാൻ മാറ്റുന്നില്ല, ഈ റിങ് കൂടിയിട്ട് വെക്കണം കേട്ടോ. ഈ വിസലുണ്ടല്ലോ ഇത് മാത്രം മാറ്റിയാൽ മതി. പിന്നെ കുക്കറിൻ്റെ അടപ്പൊക്കെ കഴുകിയിട്ടാണ് എടുത്തേക്കണം. ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം കുക്കർ മൂടാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ നമ്മുടെ കേക്ക് നല്ല കളറിൽ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി കേക്ക് റെഡി ആയോ നോക്കട്ടെ കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് കുത്തി നോക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, വെന്തോണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ. നോക്കിയേ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്നൊന്ന് ചെക്ക് ചെയ്തോ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ കേക്ക് നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൻ്റെ അടിയായിരുന്നാലും ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പിടാണ്ട് നിങ്ങൾ ബേക്ക് ചെയ്താൽ മതി. അത് നല്ല ചൂടാണ്. ഇതാ നോക്കിയേ നമ്മുടെ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. 2 കേക്ക് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഞാൻ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 55 മിനിറ്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊരു 180 സെൻറ്റിഗ്രേഡിൽ ഫാരനൈറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 350 ഫാരനൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത കേക്ക്. ഇതാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തേണ കേക്ക്. ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ചെയ്തേക്കണ കേക്ക് ഉണ്ടല്ലോ, ഈ കേക്കും ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ശരിക്കും ഈ കുക്കറിൽ വെച്ച് ചെയ്തേക്കണ കേക്കാണ്. ഈ കേക്ക് കുറച്ചും കൂടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കേക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ കേക്ക്. കുക്കറിൽ വെച്ച കേക്കായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. നോക്കി നമ്മുടെ കേക്ക് നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാച്ച്മെൻറ്റ് പേപ്പറായിട്ട് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ. പക്ഷെ എനിക്ക് തോന്നുന്നു ബേക്കറികളിലേക്ക് സാധാരണ പൊതിയുന്നത് എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി കനം കുറഞ്ഞ ടൈപ്പ് ഉള്ള പേപ്പറായിരിക്കും കേട്ടോ. എനിക്കത് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ കുക്കറിൽ ഉണ്ടാക്കിയേക്കണ കേക്കാണ് നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കി നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയായിട്ട് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ 2 സൈഡിലും തിരിപ്പിക്കാനുള്ള പേപ്പർ വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കേക്ക് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കേക്കും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓവനിൽ ഉണ്ടാക്കിയേക്കണ കേക്കാണ്. അപ്പോൾ ഈ കേക്കല്ല കേട്ടോ നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് എടുത്തത്. നമ്മൾ എടുത്തത് കുക്കറിൽ വെച്ചുണ്ടാക്കിയ കേക്കാണ് നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇതാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കിയേക്കണ കേക്ക്. ഇതിൻ്റെ ഉള്ളിൽ നോക്കി
നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഈ കേക്ക് ഇരിക്കുക. കേട്ടോ, കുക്കറിൽ വെച്ചുണ്ടാക്കിയാലും ശരിക്കും നന്നായിട്ട് കിട്ടും നമ്മൾ. പക്ഷെ നമ്മൾ തീ അങ്ങനെ ഭയങ്കരമൊക്കെ ആയിട്ട് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്കൊക്കെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇതാണ് നമ്മുടെ പൊതിക്കേക്ക്. ഇതങ്ങോട്ട് തുറക്കുക, ഓരോ ഗ്ലാസ് ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ആ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലായിരിക്കും, ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാട്ടോ. ഓവനിൽ വെച്ചാലും നന്നായിട്ട് വരും, അതേപോലെ തന്നെ കുക്കറിൽ വെച്ചാലും അതേപോലെ തന്നെ നമുക്ക് കിട്ടും.